ലേൺ ഗിറ്റാറിലേക്ക് സ്വാഗതം. ഞാൻ വരുൺ. ഇന്ന് ധ്രുവം എന്ന മലയാളം ഫിലിമിലെ സോങ്ങാണ് നമ്മൾ ലേൺ ചെയ്യുന്നത്. പല്ലവി പാട്ടാണ്. കറുകവയൽ കുരുവി എന്ന് തുടങ്ങുന്ന പാട്ടിൻ്റെ പല്ലവിയുടെ ട്യൂട്ടോറിയലാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നിങ്ങൾക്കിത് ലേൺ ചെയ്യാൻ കഴിയട്ടെ. ഹാപ്പി ലേണിംഗ്. കറുകവയൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന നോട്ട് ആക്ച്വലി സെക്കൻഡ് സ്ട്രിങ്ങിലാണ്. സെക്കൻഡ് സ്ട്രിങ്ങിലെ 9ാമത്തെ ഫ്രെട്ടാണിത്. കറുകവയൽ കുരുവി. ഈ സെക്കൻഡ് സ്ട്രിങ്ങിലെ 9ാമത്തെ ഫ്രെട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഓക്കെ, സോ 9ാമത്തെ ഫ്രെട്ട് എന്ന് പറയുന്നത് ജി ഷാർപ്പാണ്. ജി ഷാർപ്പ് എ ബി 9, 10, 12 ഫ്രെട്ട് നമ്പർ. കറുകവയൽ കുരുവി. കുരുവി എന്നുള്ളത് സെക്കൻഡ് സ്ട്രിങ്ങിലും ഫസ്റ്റ് സ്ട്രിങ്ങിലുമാണ്. സെക്കൻഡ് സ്ട്രിങ്ങിലെയും ഫസ്റ്റ് സ്ട്രിങ്ങിലെയും 12th ഫ്രെട്ടുകളാണ്. കുരുവി, അതായത് ബി ഇ ഇ. ആ ഇ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിലാണ്. അപ്പോൾ ഇത്ര ഒരുമിച്ച് വായിക്കുമ്പോൾ ഇത്ര ഫസ്റ്റ് സ്ട്രിങ് സെക്കൻഡ് സ്ട്രിങ്ങിലാണ്. ജി ഷാർപ്പ് എ ബി, ജി ഷാർപ്പ് എ ബി. കറുകവയൽ. വയൽ എന്നുള്ളത് ജി ഷാർപ്പ് എ വരും. കുരുവി. കുരുവി എന്നുള്ളത് ബി ഇ വരും. ഒരുമിച്ച് വായിക്കുമ്പോൾ ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് മുറിവാലൻ കുരുവി. മുറിവാലൻ കുരുവി ഇതേ നോട്ട് തന്നെയാണ്. അതായത് ജി ഷാർപ്പ് എ ബി, പിന്നെ ആ തേർഡ് സ്ട്രിങ്ങിലെ ഇയും അതുപോലെ തന്നെ സി ഷാർപ്പും വരും. വീണ്ടും ഇത് തന്നെ. കതിരാടും വയലിൻ ചെറുകാരി. ഇനി അത് കഴിഞ്ഞ് തളിർ പെറ്റിലയുണ്ടോ. അത് തേർഡ് സ്ട്രിങ്ങിലാണ് നമ്മൾ വായിക്കുന്നത്. തേർഡ് സ്ട്രിങ്ങിലെ 6ാമത്തെ പൊസിഷൻ, 9ാമത്തെ പൊസിഷൻ. തളിർ പെറ്റില ഉണ്ടോ. ഉണ്ടോ എന്നുള്ളത് 9, 11, 13 ഫ്രെട്ട് നമ്പർ തേർഡ് സ്ട്രിങ്ങിൽ. നോട്ടായിട്ട് പറയുകയാണെങ്കിൽ ഇ, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്. വരദക്ഷിണ വയ്ക്കാം തളിർ പെറ്റിലയുണ്ടോ. വരദക്ഷിണ വയ്ക്കാം. വരദക്ഷിണ വയ്ക്കുക എന്നുള്ളത് അതായത് എഫ് ഷാർപ്പ്, അതുപോലെ തന്നെ ജി ഷാർപ്പ് എ, ജി ഷാർപ്പ്, എഫ് ഷാർപ്പ് വരും. അത് കഴിഞ്ഞ് ഹമ്മിങ് ആണ്. ആ നോട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിലെ ജി ഷാർപ്പ് എ ബി ഇ വരും. ഇ മാത്രം സെക്കൻഡ് സ്ട്രിങ്ങിലല്ല, ഫസ്റ്റ് സ്ട്രിങ്ങിലാണ്. ബാക്കിയുള്ളത് ഈ പാർട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ 14ാമത്തെ ഫ്രെട്ട്, 12ാമത്തെ ഫ്രെട്ട്, 11ാമത്തെ ഫ്രെട്ട്. നോട്ടായിട്ട് പറയുകയാണെങ്കിൽ ഇ, എഫ് ഷാർപ്പ്, ഇ, ഡി ഷാർപ്പ്. ഇത്ര ഒരുമിച്ച് വായിക്കുമ്പോഴാണ് ഒന്നുകൂടെ. ഇത്രയാണ് നമ്മുടെ പല്ലവി പാട്ടായിട്ട് വരുന്നത്. അനുപല്ലവി മറ്റൊരു വീഡിയോയിലായിട്ട് ചെയ്യാം. നിങ്ങൾക്കിത് നിങ്ങളുടെ ഗിറ്റാറിൽ പ്രാക്ടീസ് ചെയ്ത് ലേൺ ചെയ്യാൻ കഴിയട്ടെ. താങ്ക് യു.